എത്ര പെട്ടെന്നാണ് 1.5 മാസം കഴിഞ്ഞു പോയത്. ഞങ്ങളിതാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് വീടൊക്കെ പൂട്ടി തിരിച്ച് സൗദിയിലേക്ക് പോവാനായിട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്. ഞാൻ തിരിച്ച് സൗദിയിലേക്ക് പോകുമ്പോൾ ഈ സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് എടുത്ത് വെക്കണ ഒക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതേപോലെ തന്നെ ഞാനിവിടെ ഫുഡ് വേസ്റ്റ് ഡിസ്പെൻസർ വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും ഇതിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചിനി ഞാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷർ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫാമിലിയിൽ 2 കല്യാണം ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇനി കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉണ്ട് ഇനി ഇത്. അപ്പോൾ ഇനി പോണവരെ ഒരാഴ്ചത്തോളം കല്യാണ വീട്ടിലൊക്കെ പോവലും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിൽ മര്യാദയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കലുണ്ടാവൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും ഇതൊക്കെ ഒഴിവാക്കി പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് ഓരോരോ പണികളായിട്ട് തീർത്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. കല്യാണം തിരക്കും അതിൻ്റെ ഇടയിൽ കൂടെ കല്യാണം കയ്യിലും നമ്മൾ പോവലുമാണ്. അപ്പോൾ ഒക്കെ കൂടെ ഒപ്പരം കഴിയൂലല്ലോ. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണികളൊക്കെ നേരത്തെ ചെയ്ത് വെക്കണത്. അപ്പം എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യൽ. ഇതുപോലെ കുറച്ച് കവറുകൾ വാങ്ങിക്കൊണ്ടുവരും. എന്നിട്ട് വീട്ടിൽ ബാക്കിയുള്ള പൊടികളും ഗ്രോസറി ഐറ്റംസും ഒക്കെ ഞാൻ അതിലേക്ക് ആക്കി വെച്ചിട്ട് ഈ പാത്രങ്ങളൊക്കെ കേക്ക് ഉണക്കി എടുത്ത് വെച്ചിട്ട് വേണമല്ലോ പോവാൻ. അപ്പോൾ പോണ തലേന്നൊന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. കവറിൽ ആക്കി വെക്കും. എന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഉണക്കാനായിട്ട് വെക്കും. എന്നിട്ട് എല്ലാം ഉള്ളിലേക്ക് എടുത്തേക്കും. ഇപ്പം ഞാൻ ആക്കി വെച്ച കവറിൽ നിന്നാണ് പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അങ്ങനെ എടുത്തുണ്ടാക്കുകയാണ് ചെയ്യൽ. ബാക്കിയുള്ളത് ഇമ്മക്ക് തറവാട്ടിലേക്ക് കൊടുത്തയക്കുകയും ചെയ്യും കേട്ടോ. ഇവിടെ ഒരു സാധനം വെക്കലൊന്നുമില്ല. കാരണം പിന്നെ തിരിച്ചു വരുമ്പോഴത്തേനും ആകെ കേടുവന്ന് ഒരു കഥ ആവുമല്ലോ. എനിക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ മെയിൻ പണി കിച്ചണിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. കാരണം ഈ വരുമ്പോഴാണെങ്കിലും കിച്ചണ് വൃത്തിയാക്കാനും അതൊക്കെ തന്നെയാണ് പണി. പോകുമ്പോഴാണെങ്കിലും കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ പണിയുള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് കിച്ചണിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്രാവശ്യം അതേപോലെ തന്നെ ഫസ്റ്റ് കിച്ചണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കല്യാണം ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അധികം ഇവിടെ ഒന്നും ഉണ്ടാക്കലൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ നേരത്തെ ഒരാഴ്ച മുന്നേ ആണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ഈ പുറത്ത് ഈ ഓപ്പണായിട്ട് ഉള്ളിടത്തൊക്കെ വെച്ച പാത്രങ്ങളും എല്ലാം ഞാൻ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ അതൊക്കെ പൊടി പിടിക്കും. ഉള്ളിലേക്ക് വെക്കുമ്പോൾ അങ്ങനെ പൊടി പിടിക്കൂല. പക്ഷേ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ എന്തായാലും പൊടിയാവും നമ്മൾ പൂട്ടിയിട്ട് പോയാലും. അപ്പോൾ അതൊക്കെ എടുത്ത് ഉള്ളിലേക്കൊക്കെ വെച്ചിട്ട് കിച്ചണ് പുറത്തേക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാ സാധനങ്ങളും ഉള്ളിലേക്ക് വെക്കും കഴുകി ഉണക്കിയിട്ട് കേട്ടോ. കിച്ചണിലുള്ള പണികളൊക്കെ കഴിഞ്ഞിന് കേട്ടോ. പകുതി സമാധാനമായി. ഇനി അകത്തുള്ളതൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ പുറത്ത് ഫുഡ് വേസ്റ്റ് ഡിസ്പെൻസർ വെച്ചേന് കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ ഞങ്ങൾ ഈ വീട് ആകെ 6.25 സെൻറ്റിലാണ് ഈ വീടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൗകര്യത്തിൽ വീടെടുത്തത് കൊണ്ട് തന്നെ മുറ്റം അങ്ങനെ ഇല്ല കേട്ടോ. മുറ്റം തീരെ ഇല്ല. അപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒഴിവാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് വെച്ചതാട്ടോ ഈ ഫുഡ് വേസ്റ്റ് ഡിസ്പെൻസർ. ഇത് ഭയങ്കര ഉപകാരമാണ്. ഞാനിതാകെ കുറച്ച് ദിവസമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുവരെ വെച്ചിട്ടുള്ളത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇതിങ്ങനെ സിങ്കിൻ്റെ അടിയിലായിട്ടാണ് ഫിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ അത് വെള്ളം തുറന്നിട്ടിട്ട് വേണം അത് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ ഞാനെന്താ ചെയ്യല് വെച്ചാൽ വെള്ളം ആദ്യം കുറച്ച് തുറന്നിടും. എന്നിട്ടാണ് ഇത് ഓണാക്കുക കേട്ടോ. ഇത് ഓണാക്കി കഴിഞ്ഞതിന് ശേഷം ഫുഡ് എല്ലാത്തരം ഫുഡുകളും ഇതിൽ പോവും. പിന്നെ ഉള്ളിൻ്റെ തോല് കടുക്കൻ്റെ തോടൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇടാൻ പറ്റൂല എന്ന് ആദ്യമേ പറഞ്ഞിനി. അപ്പോൾ അതൊന്നും ഞാൻ ഇടലില്ല കേട്ടോ. ബാക്കി എല്ലാ ഫുഡ് വേസ്റ്റും ഇതിലിട്ട് കൊടുത്താൽ അരഞ്ഞ് വെള്ളം പോലെ ആയിട്ട് നമ്മൾ വേസ്റ്റ് ടാങ്കിലേക്ക് പോകും കേട്ടോ. ഇത് വെച്ചതിൻ്റെ ശേഷം എനിക്ക് വേസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ തലവേദന ഇല്ല. ഇപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് 3 തരം വേസ്റ്റുകളാക്കി വെച്ചാണ്. ചിക്കൻ്റെ എല്ല്, അതുപോലെ വെജിറ്റബിൾ വേസ്റ്റ്, പിന്നെ അതുപോലെ മീൻ മുറിച്ചതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വേസ്റ്റ് ആക്കി വെച്ചുകൊണ്ടാണ് ഇപ്പം ചെയ്യണത്. ഇത്ര വേസ്റ്റ് ഒരു ദിവസം എന്തായാലും ഉണ്ടാവില്ല. ഇത് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ്റെ എല്ലുകളൊക്കെയാണ് ഇപ്പം ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാം നല്ല അരഞ്ഞ് വെള്ളം പോലെ ആയിട്ടാണ് വേസ്റ്റ് ടാങ്കിലേക്ക് പോവാട്ടോ. ഇത് ഭയങ്കര ഉപകാരമാണ്. പെട്ടെന്ന് സംഭവം അരഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഉള്ളിൻ്റെ തോലും അങ്ങനത്തെ ഒന്നും കുടുങ്ങാതെ കേട്ടോ.
ഇനിയിപ്പോൾ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചിനി ഞാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷർ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ ഈ ബോഷ് ഡിഷ് വാഷറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ കുറേ റിവ്യൂസൊക്കെ നോക്കിയിട്ട് ബോഷാണ് നല്ലതെന്ന് കണ്ടെത്തിക്കാണ്ടാണ് ഞാൻ ബോഷ് വാങ്ങിയത് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉപ്പ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഇവിടെ നമ്മളെ ഭാഗത്തേക്കൊക്കെ കുടിയിരിക്കലിൻ്റെ സമയത്ത് നമ്മൾ അഥവാ എൻ്റെ വീട്ടിൽ നിന്നാണ് ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങി തരൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വാങ്ങിയ സാധനങ്ങളിൽ പെട്ടതാണ് ഈ ഡിഷ് വാഷറും. പക്ഷേ ഞാനാണ് സെലക്ട് ചെയ്തത് ഏത് ബ്രാൻഡ് വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിനെന്തായാലും ഒരു 50K എബോവ് ആയിന് ഇതിൻ്റെ ഒരു പ്രൈസ്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആരോ ഒന്ന് ഇതിന് എത്ര ആയിന്ന് ചോദിച്ചിനി. അപ്പോൾ ഇതാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിൽ കേകി കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൈകൊണ്ട് കേകിയാൽ എന്തായാലും ഇത്രക്കും വൃത്തിയാവുമെന്ന് എനിക്ക് തോന്നണില്ല. പാത്രമൊക്കെ നല്ല വൃത്തിയിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഇതിലിപ്പോൾ അലൂമിനിയം ഇടാൻ പാടില്ല, ഇരുമ്പ് മരത്തിൻ്റെതൊന്നും ഇടാൻ പാടില്ല എന്നാട്ടോ ഇവർ പറയണത്. അത് ഡിഷ് വാഷറിന് കേടുണ്ടാവില്ല, നമ്മളെ പാത്രം കേടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇഡ്ഡലിൻ്റെത്, അതുപോലെ നൂൽപുട്ടിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാത്രങ്ങളാണ് ഈ ഇഡ്ഡലി പാത്രമൊക്കെ. അതൊക്കെ ഇതിൽ വെച്ചാൽ നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഉപകാരമുള്ളൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതാട്ടോ പറയാം. പാത്രം കഴുകാനാണല്ലോ ഒരുവിധം എല്ലാവർക്കും മടി ഉണ്ടാവുക. അത് മാത്രമല്ല ഒരു വീട്ടിൽ എത്ര പാത്രം ഉണ്ടാവും കഴുകിയാലും തീരൂല. അപ്പോൾ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഉപകാരം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ഫൈബറിൻ്റെ പ്ലേറ്റൊക്കെ വെച്ചിന് കേട്ടോ. ഈ ബ്ലാക്ക് ഫൈബറിൻ്റെ പ്ലേറ്റാണ്. ഒന്നും ആയിട്ടില്ല കേട്ടോ അതിൽ വെച്ചിട്ട്. പിന്നെ മരം വെക്കരുത് എന്നാണ് പറയൽ. പക്ഷേ ഞാനിതിൽ എൻ്റെ കട്ടിംഗ് ബോർഡും അതുപോലെ ഈ മരത്തിൻ്റെ ഈ തവിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ വെക്കലുണ്ട്. കാരണം നമ്മൾ കൈ കൊണ്ട് കേൾക്കുമ്പോൾ എങ്ങനെയായാലും ആ ഒരു മഞ്ഞളിൻ്റെ ഇതൊക്കെ മഞ്ഞ കളർ ഉണ്ടാവലുണ്ട്. പക്ഷെ ഇതിൽ വെക്കുമ്പം ഇതപ്പോൾ കാണുന്നുണ്ടല്ലോ, ശരിക്കും പുതിയതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. എനിക്ക് ഇതുവരെ വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഡിഷ് വാഷറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ വീടുകളിലൊക്കെ കോമൺ ആയതുപോലെ ഈ ഡിഷ് വാഷറും കോമൺ ആയിട്ട് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അന്നത്തെ ദിവസം തന്നെ പണികളെല്ലാം കഴിഞ്ഞ് ഒരു ഈവനിങ് ആയപ്പോൾ ഞാൻ എൻ്റെ ചുരിദാറുകളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിന്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ആ ഷോപ്പിലേക്ക് പോയിന്. കല്യാണം ഇവിടെ അടുത്തെത്തിന് കേട്ടോ. ഇവിടെ ഒരു ബായിയാണ് സ്റ്റിച്ച് ചെയ്യണത്. അപ്പം ഞാൻ അവിടെ എത്തിയപ്പം കുറച്ച് കുട്ടികളെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ്. നമ്മൾ എന്ത് മോഡൽ കാണിച്ചു കൊടുത്താലും അതേപോലെ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ അതുപോലെ എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചുരിദാറും എന്താണെങ്കിലും മോളെ ഉടുപ്പൊക്കെ ഞാൻ ഇവിടുന്ന് അടുപ്പിച്ചിനി. അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടുന്ന് കിട്ടൽ. ഇതൊരു ഹിന്ദിക്കാരനാണ്. ഈ ബായിനെ കണ്ടുപിടിച്ചതിൻ്റെ ശേഷം ഞാൻ ഇവിടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്ത ചുരിദാറുകൾ. ഈ ഒരു ഗ്രീൻ കളറ്. കുറച്ച് മുന്നേ വരെ സിഗരറ്റ് പാൻറ്റാണ് മോഡൽ എന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല ലൂസ് ഷറാറ ടൈപ്പ് പാൻസാണ് കേട്ടോ മോഡൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നലുണ്ട് കേട്ടോ. കുറച്ച് സമയം ടൈറ്റ് സ്കിന്നി ടൈപ്പ് പാൻറ്റാണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലൂസായിരിക്കും മോഡൽ. പിന്നെ അത് തിരിച്ചും വീണ്ടും അതിലേക്ക് തന്നെ പോവും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മോഡലുകൾ. എന്തായാലും ഇപ്രാവശ്യം ഞാൻ നല്ല ഷറാറ മോഡൽ നല്ല ലൂസായിട്ടാണ് കിട്ടുന്നിടത്തോളം മൊത്തം തുണി എടുത്തോളി എന്ന് പറഞ്ഞിട്ട് മൊത്തം ലൂസായിട്ടാണ് ഇതിൻ്റെ പാൻറ്റൊക്കെ അടിച്ചത്. അതൊക്കെ നല്ല രസമുണ്ടേനി. പിന്നെ ഈ മെറൂണ് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയത് എൻ്റെ അളവിനാക്കാൻ വേണ്ടി കൊടുത്തതാട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാൻറ്റ് അത്ര ലൂസൊന്നുമില്ല. പിന്നെ ഇത് മോക്കെടുത്തതും ഷറാറ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.